നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പകൽ കേരളം ചർച്ച ചെയ്ത ചില പ്രധാനപ്പെട്ട വാർത്തകളാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് മരട് അനീഷ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വാർത്ത, ഇതോടൊപ്പം സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പുകൾ, കൊല്ലത്തെ 2 പെൺകുട്ടികളുടെ ദുരൂഹ മരണം, കാസർകോട്ടെ സ്ത്രീയുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വാർത്തകൾ. ആദ്യം സ്പോട്ട് ലൈവ് പോകുന്നത് മരട് അനീഷിനെ മുളവുകാട് പോലീസ് പിടികൂടിയ വാർത്തയിലേക്കാണ്. തൃശ്ശൂരിലെ ഒരു പ്രമുഖ സ്പായിൽ നടന്ന റെയ്ഡിനിടെ യാദൃശ്ചികമായാണ് മരട് അനീഷ് പോലീസിന്റെ വലയിലാകുന്നത്. ഒരു ഹണി ട്രാപ്പ് കേസിലെ വനിതാ പ്രതിയെ തേടിയെത്തിയ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അനീഷ് ചെന്നുപെടുകയായിരുന്നു. മുളവുകാട് പോലീസാണ് പിടികൂടിയത്. തമിഴ്നാട്ടിലെ സ്വർണ്ണ കവർച്ച കേസിലാണ് കസ്റ്റഡി. ഈ കേസിൽ ഒളിവിലായിരുന്നു അനീഷ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും അനീഷിനെതിരെ നിരവധി ഗുരുതര കേസുകളാണുള്ളത്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഒരു കാലത്ത് കൊച്ചിയെ വിറപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ടയാണ് മരട് അനീഷ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മരട് അനീഷിൻ്റെ സാന്നിധ്യം അത്ര കണ്ട് ഈ നഗരത്തിലും നഗരപ്രദേശങ്ങളിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിനിടെ മരട് അനീഷ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഗുണ്ടാ പ്രവർത്തനങ്ങളിലും പിടിച്ചുപറിയിലും മറ്റ് തട്ടിപ്പിലുമൊക്കെ ഏർപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ മുളവുകാട് പോലീസ് മരട് അനീഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലെ ഒരു പിടിച്ചുപറി കേസുമായി, ഒരു സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? തൃശൂരിലെ ഒരു സ്പായിൽ മറ്റൊരു ഹണി ട്രാപ്പ് കേസിലെ ഒരു പ്രതിയെ അന്വേഷിച്ചെത്തുമ്പോഴാണ് പോലീസ് മരട് അനീഷിനെ അവിടെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഹണി ട്രാപ്പ് കേസിലെ ഒരു വനിതാ പ്രതിയെ അന്വേഷിച്ചിട്ടാണ് ഈ സ്പായിൽ പോലീസ് എത്തുന്നത്. ആ സമയത്താണ് അനീഷ് മറ്റൊരു യുവതിയുമായി സ്പായിലെ തന്നെ മറ്റൊരു യുവതിയുമായി അനീഷിനെ അവിടെ കാണുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് പോലീസിന്റെ വലയിലേക്ക് അനീഷ് വന്ന് വീണത് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും തമിഴ്നാട് പോലീസ് ഈ തമിഴ്നാട്ടിൽ നടന്ന സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രതി കൂടിയാണ് അനീഷ്. മാത്രമല്ല, നിരവധി കേസുകളും തമിഴ്നാട്ടിലും കേരളത്തിലുമായി മരട് അനീഷ് പ്രതിയാണ്. അങ്ങനെ സാഹചര്യത്തിൽ കുറച്ചു കാലമായി ഈ കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിയാണ്. അതേസമയം മരട് അനീഷ് ആ സാഹചര്യത്തിൽ ഒളിവിലുമായിരുന്നു. ആ ഒരു സമയത്താണ് ഇങ്ങനെ സ്പായിലെത്തുന്നതും യാദൃശ്ചികമായി പോലീസിന്റെ വലയിൽ കുടുങ്ങുന്നതുമായ സാഹചര്യം ഉണ്ടായത്. അറസ്റ്റ് രേഖപ്പെടുത്തി തമിഴ്നാട് പോലീസിന് കൈമാറാനാണ് പോലീസിന്റെ നീക്കം. അങ്ങനെയാണ് അനീഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പം മുമ്പാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് അനീഷിന്റെ വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയത്. എന്തായാലും വളരെ യാദൃശ്ചികമായി എന്ന് വേണം പറയാൻ. പോലീസ് അങ്ങേയറ്റം അന്വേഷിച്ചിട്ടും കിട്ടാത്ത ഒരു പ്രതിയെ യാദൃശ്ചികമായി ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കാൻ തൃശ്ശൂരിലെ ഒരു സ്പായിലെത്തുമ്പോഴാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് മരട് അനീഷിനെ പിടികൂടാൻ കഴിയുന്നതും. അങ്ങനെയാണ്. മാത്രമല്ല, ഈ ഒപ്പമുണ്ടായിരുന്ന യുവതിയെ പറ്റിയും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഹണി ട്രാപ്പിലെ മറ്റൊരു വനിതാ പ്രതി അന്വേഷിച്ചിട്ടായിരുന്നു പോലീസ് സ്പായിലെത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും തമിഴ്നാട് പോലീസിന് മരട് അനീഷിനെ കൈമാറാനാണ് നീക്കം. അതേസമയം ബന്ധുക്കൾ അനീഷിനെ വധിക്കാൻ നീക്കമുണ്ട്, ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തമിഴ്നാട് പോലീസിന് കൈമാറരുതെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. മരട് അനീഷിനെ വധിക്കാൻ ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണവും തട്ടിപ്പ് കേസും ഒക്കെ വന്നിട്ടുള്ളത് എന്നുള്ള ആരോപണവുമായി ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. എന്തായാലും മരട് അനീഷിനെതിരെ നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ഭായ് നസീറും മരട് അനീഷും തമ്മിലുണ്ടായിരുന്ന കുടിപ്പകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും നിരവധി തവണ മരട് അനീഷിനെ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് നിരവധി ക്രിമിനൽ കേസുകൾ, പിടിച്ചുപറി കേസുകൾ, ഗുണ്ടാ കേസുകൾ തുടങ്ങിയ ഒരുപാട് കേസുകൾ മരട് അനീഷിന്റെ പേരിലുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് മരട് അനീഷിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഒളിവിലായിരുന്നു ഇത്ര കാലം. അതായത് മരട് അനീഷിനെ പറ്റി വിവരമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ തമിഴ്നാട് പോലീസിന് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തമിഴ്നാട് പോലീസിന് നൽകാനാണ് പോലീസ് നീക്കം. അങ്ങനെ ഏതെങ്കിലും കേസുകളിൽ, കേരളത്തിലെ ഏതെങ്കിലും കേസുകളിൽ അനീഷിനെതിരെ വാറന്റ് ഉള്ളതാണോ? പോലീസ് ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നോ? മാത്രമല്ല, ഇതൊരു കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് കുറച്ചുനാൾ ജയിലിലായിരുന്നു. അവിടെ വെച്ച് ഒരു വധശ്രമമൊക്കെ നേരിട്ടതാണ്. പിന്നീട് പുറത്തിറങ്ങി. ഇപ്പോഴും സജീവമായി കൊച്ചി നഗരത്തിൽ കളത്തിലിറങ്ങാൻ തുടങ്ങിയതാണ് അനീഷ്. അതിനിടെയാണ് പോലീസിൻ്റെ നാടകീയമായ ഈ കസ്റ്റഡിയും മറ്റു നടപടികളും ഉണ്ടാകുന്നത്.
തമിഴ്നാട് പോലീസിന് കൈമാറുന്നതിന് മുൻപ് കേരളത്തിൽ ഏതെങ്കിലും കേസുകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും കേസുകൾ, അതായത് പഴയ ഏതെങ്കിലും കേസുകളിൽ വാറൻ്റ് ഉള്ളതാണോ, പിടികിട്ടാപ്പുള്ളിയാണോ, അത്തരമൊരു നീക്കങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? പഴയ കേസുമായി ബന്ധപ്പെട്ട വാറണ്ട് നിലവിലുണ്ട്. അതൊരു തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ടുള്ള വാറണ്ട് മരണനീഷിനെതിരെ നിലവിലുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല പോലീസ് അവിടെ സ്പായിൽ എത്തിയിരുന്നത്. അതായത് മരണനീഷുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല പോലീസ് അവിടെ എത്തിയിരുന്നത്. യാദൃശ്യമായി തന്നെ അനീഷ് പോലീസിന്റെ വലയിൽ കുടുങ്ങുകയായിരുന്നു എന്ന് വേണം പറയാൻ. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു ഹണി ട്രാപ്പ് കേസിലെ വനിതാ പ്രതിയെ അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോഴാണ് ഈ സ്പായിൽ തന്നെ മറ്റൊരു സ്ത്രീയോടൊപ്പം അനീഷിനെ കണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അനീഷിനെ അടിയന്തരമായി കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. എന്തായാലും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയം തമിഴ്നാട്ടിലും നിരന്തരം ഇത്തരം നിരവധി കേസുകളുണ്ട്. പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോകൽ, അല്ലെങ്കിൽ കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകൾ, ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധി കേസുകൾ അനീഷിന്റെ പേരിലുണ്ട്. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റു കേരളത്തിലായാലും കൊച്ചി, ടോം സൂചിപ്പിച്ചതുപോലെ കൊച്ചി തട്ടകമാക്കി പ്രവർത്തിക്കുന്ന ഒരു നീക്കത്തിലേക്ക് തന്നെ പോവുകയായിരുന്നു. അതായത് തമിഴ്നാട്ടിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന ഒരു സാഹചര്യത്തിലും കേരളത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ, പ്രവർത്തന മേഖല കുറച്ചുകൂടി വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിലൊക്കെയായിരുന്നു അനീഷ് എന്ന് വേണം പറയാൻ. അത്തരം നീക്കങ്ങളൊക്കെ അനീഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും നിലവിൽ അനീഷ് പോലീസ് കസ്റ്റഡിയിൽ നിന്നല്ല, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി തമിഴ്നാട് പോലീസിന് കൈമാറാൻ തന്നെയാണ് നീക്കം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടും, അതായത് കാപ്പ് ചുമത്തിയും തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഹണി ട്രാപ്പ് കേസിലെ വനിതാ പ്രതിയെ പിടികൂടാൻ എത്തിയപ്പോഴാണ് അവിടെ യാദൃശ്ചികമായി മരടനീഷിനെ കാണുന്നത്. അനീഷിന് ആ പ്രതിയുമായി, യുവതിയുമായി എന്താണ് ബന്ധം? എങ്ങനെയാണ് ഈ സ്പായിലെത്തിയത്? അവിടെ ഏതെങ്കിലും അനാശാസി ഇടപാടുകൾ ഉണ്ടായിരുന്നോ? ഈ യുവതിയുമായിട്ടുള്ള ഇടപാടുകൾ എന്താണ്? അത്തരം എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ആജ്ഞ? അത്തരം കാര്യം കൂടിയാണ് പോലീസ് അന്വേഷിക്കുന്നത്. സ്പായിൽ ഉണ്ടായിരുന്ന യുവതി ആര്? അതായത് സ്പായിൽ മറ്റൊരു യുവതിയോടൊപ്പമാണ് മരണനീഷിനെ കണ്ടെത്തിയിട്ടുള്ളത്. ആ സാഹചര്യം എന്താണ്, ആ സ്ത്രീ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിച്ചു വരുന്നുണ്ട്. അതേസമയം അതേ സ്പായിൽ തന്നെ ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിയെ പിടിക്കാനാണ് എത്തിയിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മറ്റെന്തെങ്കിലും അനാശാസ്യ ഇടപാടുകൾ ഉണ്ടോ, ഈ യുവതിക്ക് മറ്റെന്തെങ്കിലും ഇടപാടുകളോ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതൊക്കെ അതായത് ഈ യുവതിയെ അറസ്റ്റിലാക്കിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ യുവതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ അനീഷിനെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ഭായ് നസീറും മരടനീഷും അവരുടെ തമ്മിലുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ കുടിപ്പക മൂലമുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിരവധി ഈ ഗുണ്ടാ പ്രശ്നങ്ങളൊക്കെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് കൊച്ചി കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല ചില കേസുകളിൽ, കേരളത്തിലെ ചില കേസുകളിൽ മരടനീഷിന് ജാമ്യമുണ്ട്. അതേസമയം തമിഴ്നാട് കേസിൽ ജാമ്യമില്ല. കാരണം അതുമാത്രമല്ല അനീഷിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കത്തിൽ തന്നെയായിരുന്നു തമിഴ്നാട് പോലീസും ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. തമിഴ്നാടിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അതിനു മുമ്പ് അനീഷ് ഒളിവിൽ പോയിരുന്നു. പക്ഷേ അനീഷിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കേരള പോലീസിനും തമിഴ്നാട് പോലീസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് അനീഷ് യാദൃശ്യമായി വലയിൽ കുടുങ്ങിയതാണെങ്കിൽ പോലും തമിഴ്നാട് പോലീസിന് അടിയന്തരമായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ഗുണ്ടാ കുടിപ്പകയ്ക്ക് പോലും സാധ്യതയുണ്ട് എന്ന ചില സൂചനകൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മരടനീഷ് കൊച്ചി കേന്ദ്രീകരിച്ച് വീണ്ടും ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാകുന്നുവെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർകക്ഷികൾ, അതായത് മരടനീഷിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ എതിർപ്പാളയത്തിലുള്ളവർ സംഘടിച്ചിരുന്നു. അത്തരം ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് മരടനീഷിനെ മുളവുകാട് പോലീസ് തൃശ്ശൂരിലൊരു സ്പായിൽ നിന്നും പിടികൂടിയത്. യാദൃശ്ചികമായാണ് അനീഷ് പോലീസിൻ്റെ വലയിലായത്. തമിഴ്നാട്ടിലെ ഒരു
ഒരു സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടാണ് മരടനീഷിനെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതിനിടെ മരടനീഷിൻ്റെ ബന്ധുക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് അനീഷിനെ കൊണ്ടുപോകുന്നത് അതൊരു പക്ഷേ കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. തമിഴ്നാട്ടിൽ നിരവധി ശത്രുക്കളുണ്ട്. അതൊരു പക്ഷേ ഒരു പുതിയ നാടകമാണോ എന്ന് പോലും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും മറ്റു നടപടിക്രമങ്ങൾ, നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മുളവുകാട് പോലീസ് മരടനീഷിനെ തമിഴ്നാട് പോലീസിന് കൈമാറുക. സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണനും ഹൈക്കോടതി അഭിഭാഷക നിഷ പീറ്ററും തമ്മിൽ എന്താണ് ബന്ധം? CSR ഫണ്ട് തട്ടിപ്പിൽ നിഷയ്ക്ക് പങ്കുണ്ടോ? ഇതാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. സോളാർ തട്ടിപ്പ് കേസ് ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പിൽ സ്ഥാപന ഉടമ ഹൈക്കോടതി അഭിഭാഷക നിഷ പീറ്റർ എന്നാണ് വിവരം. നിഷയുടെ പേരിലാണ് NGO ഹെൽപ്പ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് ഉള്ളത്. ലൈസൻസ് രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. സ്ഥാപനങ്ങൾ തൻ്റേതെന്ന് നിഷ പീറ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ തൻ്റെ ജീവനക്കാരനെന്നും ബിജുവിനെ സംരക്ഷിക്കുന്നത് താനാണെന്നും നിഷ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBIയിൽ വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ബിജു രാധാകൃഷ്ണൻ്റെ മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ അന്ന് ബിജു രാധാകൃഷ്ണൻ്റെ അഭിഭാഷകയായിരുന്നു നിഷ പീറ്റർ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരുവരും തമ്മിൽ ബന്ധപ്പെടുന്നു. പിന്നീട് ഈ ഒരു CSR ഫണ്ട് തട്ടിപ്പിൻ്റെ നീക്കങ്ങളിലേക്കൊക്കെ ബിജു രാധാകൃഷ്ണൻ എത്തുന്നത് ഈ NGO ഹെൽപ്പ് ഫൗണ്ടേഷൻ, അതായത് നിഷയുടെ പേരിലുള്ള ഈ NGOയുടെ മറവിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ നിഷയും ബിജുവും തമ്മിൽ എന്താണ് ബന്ധം? ഈ തട്ടിപ്പിൽ നിഷയ്ക്ക് പങ്കുണ്ടോ? എന്താണ് അനീഷുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചപ്പോൾ നിഷ വ്യക്തമാക്കുന്നത്? ടോം, CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബിജുവിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ നമ്മൾ സ്ഥാപനത്തിലേക്ക് കടക്കുമ്പോഴും ബിജുവിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം, അല്ലെങ്കിൽ ബിജു ആണ് സ്ഥാപനത്തിൻ്റെ CEO എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പറഞ്ഞത്. ബിജുവിൻ്റെ വലിയ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ വലിയ വിടുവായുത്തരങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. ഈ യോഗി ആദിത്യനാഥുമായി തനിക്ക് അടുത്ത ബന്ധമാണ്. ഉത്തർപ്രദേശിലെ പദ്ധതികൾ താനാണ് കൈകാര്യം ചെയ്യുന്നത്. അമൃത ആശുപത്രിയുമായി ബന്ധപ്പെട്ട 1500 കോടിയിലധികം രൂപയുടെ ഫണ്ട് താൻ വഴിയാണ് പോയത്. രാജ്യത്തെ പലയിടങ്ങളിലെയും വളരെ പ്രശസ്തമായ പാരമ്പര്യമുള്ള ട്രസ്റ്റുകൾക്ക് CSR ഫണ്ട് തരപ്പെടുത്തി കൊടുക്കുന്നത് താനാണ് എന്നീ കാര്യങ്ങളൊക്കെ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായി ഒരു അഭിഭാഷകനുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. പക്ഷേ സ്ഥാപനത്തിലെ പലരും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പങ്കാളിയാണ് നിഷ പീറ്റർ എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ നമ്മളപ്പോഴും ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിരുന്നില്ല. തുടർന്നാണ് പരാതിക്കാർ പരസ്യമായി തന്നെ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ എത്തുകയും അവർ മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസ് സ്റ്റേഷനിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി പരാതി നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് റിൽഷാദ് എന്ന പരാതിക്കാരൻ തന്നെ പറഞ്ഞത് ഈ ബിജു രാധാകൃഷ്ണനെ തിരിച്ചറിഞ്ഞ ശേഷം പോലീസിൽ പരാതിയുമായൊക്കെ മുന്നോട്ട് പോയപ്പോൾ നിഷ പീറ്റർ എന്ന ഹൈക്കോടതിയിലെ അഭിഭാഷക, അതായത് ബിജു രാധാകൃഷ്ണൻ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ നിഷ പീറ്റർ എന്ന അഭിഭാഷക തന്നെ ഭീഷണിപ്പെടുത്തി കൊന്നുകളയും എന്ന് പറഞ്ഞു. കേരളം ആവോളം ചർച്ച ചെയ്ത, ഏതാണ്ട് വർഷങ്ങളോളം ചർച്ച ചെയ്ത സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലും ബിജു രാധാകൃഷ്ണനെതിരെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. CBI അന്വേഷിച്ചിട്ടും കേസിലൊരു തുമ്പുമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയെ കൊന്ന കേസിൽ പോലും വെറുതെ പോരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തങ്ങളോട് കളിച്ചാൽ വലിയ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും, കേസുകളിൽ കൊടുക്കും, പീഡന കേസുകളിൽ കൊടുക്കും എന്നിങ്ങനെയൊക്കെയുള്ള വലിയ തരത്തിലുള്ള ഭീഷണി മുഴക്കിയതായി റിൽഷാദ് പറയുന്നു. അതിനു പിന്നാലെയാണ് താൻ പരാതി നൽകാതെ പിന്നാക്കം പോകുന്ന, അല്ലെങ്കിൽ ആ പരാതിയിൽ കൂടുതൽ ബലം കൊടുക്കാതെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒപ്പം
നടിയെ ആക്രമിച്ച കേസിലെ മാർട്ടിൻ എന്ന പ്രതിയുടെ അഭിഭാഷകർ കൂടിയാണ് നിഷ പീറ്റർ. അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ടും പല നിർണായക കാര്യങ്ങൾ താൻ കൂടി അറിഞ്ഞ് അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യത്തിൽ നടന്നിട്ടുണ്ടെന്നും നിഷാദ് പറയുകയൊക്കെ ചെയ്തു. ഇതിന് പിന്നാലെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു നിജസ്ഥിതി തേടി അല്ലെങ്കിൽ എന്താണ് ഈ സ്ഥാപനവും നിഷയും തമ്മിൽ ഉള്ള ബന്ധം എന്ന് തേടി നിഷ കെ പീറ്റർ തന്നെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടത്. അപ്പോഴാണ് അവർ പറയുന്നത് ബിജു രാധാകൃഷ്ണൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമല്ല, ഇത് പൂർണ്ണമായും എൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് എന്നവർ പറയുന്നു. 3 സ്ഥാപനങ്ങൾ, പനമ്പള്ളി നഗർ, കാക്കനാട്, ഒപ്പം പ്രോവിഡൻസ് റോഡിലുള്ള NHF ഓഫീസ്, ഇങ്ങനെ 3 സ്ഥാപനങ്ങളും തൻ്റെ പേരിൽ ഉള്ളതാണ്. ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ് ബിജു രാധാകൃഷ്ണൻ എന്നവർ പറയുന്നു. ഒപ്പം ബിജു രാധാകൃഷ്ണനെ താനാണ് സംരക്ഷിക്കുന്നത്. ഈ സംരക്ഷിക്കുന്ന കാര്യം CBIക്ക് വരെ അറിവുള്ള കാര്യമാണ് എന്നും അവർ പറയുന്നു. നിയമാനുസൃതമായ കാര്യങ്ങൾ മാത്രമാണ് തൻ്റെ സ്ഥാപനത്തിൽ നടക്കുന്നതെന്നും നിയമപരമായി ന്യൂസ് 18 വാർത്തയെ നേരിടുമെന്നുമൊക്കെ അവർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ആ കാര്യങ്ങളോടൊന്നും പ്രതികരിക്കാതെ ഫോൺ കട്ട് ചെയ്ത് ഇനി ഈ ആവശ്യം ഉന്നയിച്ച് തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും കൃത്യമായി തന്നെ അവർ പറയുന്നു തൻ്റേതാണ് ഈ സ്ഥാപനം, ഒപ്പം ബിജു രാധാകൃഷ്ണൻ കഴിയുന്നത് തൻ്റെ സംരക്ഷണത്തിൽ ആണ് എന്നും, ഒപ്പം ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട രേഖകളും നമുക്ക് ലഭിച്ചു. ഈ NHF എന്ന സ്ഥാപനം നിഷ കെ പീറ്ററിൻ്റെ ഉടമസ്ഥയിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2030 വരെയുള്ള ലൈസൻസ് ഫീയും ഈ സ്ഥാപനത്തിനായി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബിജു രാധാകൃഷ്ണൻ നടത്തിയ കപട വാഗ്ദാനങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണൻ നടത്തിയ ഈ തട്ടിപ്പുകളുടെ ഉത്തരവാദിത്വം കൃത്യമായും നിഷ കെ പീറ്റർക്കും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ജീവനക്കാരൻ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും അനീഷ്, ഒരു അഭിഭാഷകയ്ക്ക് ഈ രീതിയിൽ ഒരു NGO പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമോ? അത് നിയമപരമായി തടസ്സങ്ങൾ ഉണ്ടോ? മാത്രമല്ല ഈ ഒരു ബിജു രാധാകൃഷ്ണൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ് നിഷ പീറ്റർ. മുൻപ് തട്ടിപ്പ് കേസിൽ പ്രതിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം. അങ്ങനെയെങ്കിൽ ഈ ഒരു നിഷയുടെ അറിവോട് കൂടി തന്നെയാണോ ഈ തട്ടിപ്പുകളൊക്കെ നടന്നത്? നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിഷയുടെ പങ്കും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമോ? തീർച്ചയായും നിഷയുടെ പങ്കും വരും. കാരണം ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെന്ന് നിഷ തന്നെ പറയുകയും ലൈസൻസ് അടക്കമുള്ള രേഖകൾ നിഷയുടെ പേരിലായിരിക്കുകയും ചെയ്യുക. ഒപ്പം ബിജു രാധാകൃഷ്ണന് രാജ്യത്തെവിടെയും ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് നിഷ കെ പീറ്റർ പറയുകയും തൻ്റെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടുകൾ ആണ് ആ രീതിയിലാണ് പണം വരുന്നത്, അതിൻ്റെ രേഖകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും കൃത്യമായും ഈ പരാതിക്കാർ NHF എന്ന സ്ഥാപനത്തിനെതിരെ തന്നെ പരാതി കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിപട്ടികയിൽ നിഷ കെ പീറ്ററും വരും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ഒപ്പം ഈ നമുക്കറിയാം ബിജു രാധാകൃഷ്ണൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച്. സംസ്ഥാനത്തൊട്ടാകെ നിരവധി ആളുകൾക്കാണ് ലക്ഷക്കണക്കിന് രൂപ സോളാർ ഇടപാടിൽ നഷ്ടപ്പെട്ടതെങ്കിൽ കോടികളിലേക്ക് ആ തുക ഉയരുന്നതാണ് CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒപ്പം ഈ നിഷ കെ പീറ്റർക്കെതിരെയും ചില നടപടികൾ ബാർ കൗൺസിലിൻ്റെ ഭാഗത്തും മറ്റും ഉണ്ടായി എന്ന് അറിയാൻ കഴിയുന്നു. കാരണം 2022-23 കാലത്തൊക്കെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു പെട്രോൾ പമ്പ് ലൈസൻസ് വാങ്ങി നൽകാമെന്ന് ചൂണ്ടിക്കാട്ടി കന്യാകുമാരി സ്വദേശിയിൽ നിന്നും ഏതാണ്ട് 30 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത ഒരു കേസാണ് കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയുമൊക്കെ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയെന്ന FIR ഇട്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേസിട്ട സാഹചര്യത്തിലാണ് ബാർ കൗൺസിൽ അവരുടെ അംഗീകാരം റദ്ദാക്കുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ച് വീണ്ടും വക്കീലായി അവർ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു തട്ടിപ്പിൻ്റെ ഒരു പഴയകാല ചരിത്രം അവർക്കും പറയാനുണ്ട്. ഒപ്പം ഈ ഒരു അഭിഭാഷക ആയിരിക്കുമ്പോൾ എങ്ങനെ ഈ ലാഭകരമായ അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങുന്ന മറ്റു ജോലികൾ ചെയ്യുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ NHF എന്നത് ഒരു സന്നദ്ധ സ്ഥാപനമായി അല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം എന്ന രീതിയിലാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സബ് ഹെഡിങ്ങിൽ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ ഉപവിഭാഗത്തിൽ ലീഗൽ കൺസൾട്ടൻസി എന്ന പറയുന്നുണ്ട്. അതായത് നിയമപരമായ ഉപദേശങ്ങൾ നൽകുന്ന സ്ഥാപനം എന്ന രീതിയിലൊക്കെ പറയുന്നത്. പക്ഷേ അവിടെ നിയമപരമായ ഉപദേശമല്ല ചെയ്യുന്നത്. ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും CSR ഫണ്ട് നേടിയെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വളരെ വിപുലമായ അർത്ഥത്തിലുള്ള ഒരു ബിസിനസ്സായി തന്നെയാണ് അവർ അതിനെ കൊണ്ടുപോകുന്നതെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. അതുകൊണ്ട് എങ്ങനെ ഒരു അഭിഭാഷക ഇത്തരത്തിൽ ലാഭകരമായ അല്ലെങ്കിൽ വ്യക്തമാണ്. അതോടൊപ്പം അനീഷ് അറിയേണ്ടത്, നമ്മൾ ഈ വാർത്ത അനീഷ് ഈ ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണം പരമ്പര
നമ്മൾ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസമാണിത്. ആദ്യ ദിവസം തന്നെ, അതായത് വാർത്ത പുറത്തു വന്ന അന്ന് തന്നെ കാക്കനാട്ടെ ബിജു രാധാകൃഷ്ണൻ്റെ ഓഫീസ്, ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസ് പൂട്ടിയിരുന്നു. ഇപ്പോഴും ഈ MG റോഡിന് സമീപത്തുള്ള ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ? ബിജു രാധാകൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ഇയാൾ സംസ്ഥാനത്തുണ്ടോ അതോ നാട് വിട്ടിരിക്കുമോ? ടോം, ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് പരാതിക്കാർ അവരുടെ നിവേദനം നൽകിയത്. ഇതേ തുടർന്ന് ആ പരാതി DGPക്ക് കൈമാറുകയും DGP സിറ്റി പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതിന് പിന്നാലെ പരാതിക്കാർ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് 4 മണിക്ക് മൊഴി നൽകണമെന്ന് പരാതിക്കാരോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം രഹസ്യാന്വേഷണ വിഭാഗം നമ്മൾ വാർത്ത പുറത്തുവിട്ട അന്ന് തന്നെ ഇതിന്മേൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ഉടമകളുമായി ബന്ധപ്പെട്ട വാടക കരാറുകൾ പരിശോധിച്ചു. ഒപ്പം ആരൊക്കെയാണ് ഇവിടെ വന്നിരുന്നതിനെക്കുറിച്ചുള്ള പരിശോധനകൾ ആരംഭിച്ചു. ഒപ്പം പരാതിക്കാരൻ്റെ പ്രാഥമികമായുള്ള മൊഴി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ തട്ടിപ്പിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കടവന്ത്ര പോലീസ് അവിടെ പോയി നേരിട്ട് പരാതി നൽകണമെന്ന് അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഇന്ന് മൊഴിയെടുത്ത ശേഷം ഉടൻ തന്നെ FIR ഇടും. പക്ഷേ അതിനു മുമ്പ് തന്നെ ബിജു രാധാകൃഷ്ണൻ എവിടെയെന്നൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അയാൾ കാക്കനാട്ടെ ഓഫീസ് പൂട്ടി മുങ്ങി. കഴിഞ്ഞ ദിവസം ഈ കച്ചേരിപ്പടിയിലെ ഓഫീസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പനമ്പള്ളി നഗറിലെ ഓഫീസ് ഇതിനകം തന്നെ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ചെന്നൈ അടക്കം മറ്റ് ചില ഇടങ്ങളിലുള്ള ഓഫീസുകളും പൂട്ടിക്കിടക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ജീവനക്കാരിൽ ചിലർ നമ്മളെയും ബന്ധപ്പെടുന്നുണ്ട്. കാരണം അവരൊന്നും ഈ തട്ടിപ്പിനെക്കുറിച്ച് അറിയാതെയാണ് ഈ കുടുക്കിൽ പെട്ടുപോയിരിക്കുന്നത്. അവരുടെ പരിചയത്തിലുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ ഈ പണം നിക്ഷേപിച്ച് CSR ഫണ്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കബളിപ്പിക്കപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് അവരടക്കം തെരയുന്നെങ്കിലും ബിജു രാധാകൃഷ്ണനെ ഫോണിൽ ലഭ്യമാവുകയോ അല്ലെങ്കിൽ അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബിജു രാധാകൃഷ്ണൻ്റെ ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഇതിൽ അഭിഭാഷക നിഷ പീറ്റർക്ക് ബന്ധമുണ്ടെങ്കിൽ അതും പുറത്തു വരണം. പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. കൊല്ലം സായി ഹോസ്റ്റലിൽ 2 കായിക വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടോ? സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നതാണ് ഇനി. കോഴിക്കോട് സ്വദേശിനി സാന്ദ്ര, തിരുവനന്തപുരം സ്വദേശിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഒരാൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും മറ്റൊരാൾ +2 വിദ്യാർത്ഥിനിയുമാണ്. മരണകാരണം വ്യക്തമല്ല. മുറി തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിനീഷ് ചേരുന്നു കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഇന്ന് രാവിലെയാണ് സംഭവം പുറത്തു വരുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും 16ഉം 18ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ. എന്താണ് സംഭവിച്ചത്? മരണത്തിന് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പോലീസ് എന്താണ് നൽകുന്ന വിവരം? തീർച്ചയായും ടോം, വളരെ വിഷമമുള്ള ഒരു വാർത്തയാണ് കൊല്ലത്ത് നിന്നും രാവിലെ പുറത്തു വന്നത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വനിതാ ഹോസ്റ്റലിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും കായിക വിദ്യാർത്ഥിനികളായിരുന്നു. കോഴിക്കോട് സ്വദേശിനി സാന്ദ്ര, തിരുവനന്തപുരം സ്വദേശിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഒരാൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്, മറ്റൊരാൾ +2 വിദ്യാർത്ഥിനിയാണ്. ആത്മഹത്യക്ക് കാരണം എന്താണെന്നുള്ളത് പോലീസ് ഇപ്പോൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ടോം. ഈ കുട്ടികൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ഇരുവരും കതക് തുറക്കാതെ ആയതോടുകൂടി രാവിലെ എല്ലാ വിദ്യാർത്ഥികളും ഈ കായിക പരിശീലനത്തിനായി പോയിരുന്നു. ഈ 2 വിദ്യാർത്ഥിനികളും എത്താത്തതിനെ തുടർന്ന് സഹപാഠികളായ വിദ്യാർത്ഥിനികൾ വന്ന് നോക്കിയപ്പോൾ കതക് തുറന്നില്ല. അങ്ങനെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ഇരുവരും തൂങ്ങി മരിച്ച നിലയിൽ കാണാനിടയായി. ഉടൻ തന്നെ അധികൃതരെ വിവരമറിയിക്കുന്നു. അവരെ പോയി കതക് തള്ളി തുറന്ന് പ്രവേശിച്ചപ്പോഴാണ് 2 സ്പാനുകളിലായിട്ട് ഇരുവരും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിവരമറിയിക്കുന്നു. പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മരണകാരണം എന്താണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ മറ്റ് ആത്മഹത്യക്കുറിപ്പുകളോ ഒന്നും തന്നെ ഇവരുടെ ഒരു റൂമിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും സഹപാഠികളുടെയൊക്കെ മൊഴിയെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം ഈസ്റ്റ് പോലീസാണ് അന്വേഷണം നടത്തി വരുന്നത്. മറ്റ് ആത്മഹത്യക്കുറിപ്പോ മറ്റോടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സായി ഹോസ്റ്റലിൽ ഈ കുട്ടികൾ നേരിട്ടിരുന്നോ? സഹപാഠികൾ എന്താണ് പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ആക്ഷേപം കുടുംബവും മറ്റും ഉന്നയിക്കുന്നുണ്ടോ?
ടോം, ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം ഈസ്റ്റ് പോലീസിനാണ് ഇതിന്റെ ഒരു അന്വേഷണ ചുമതല. അവരാണിതിപ്പോൾ അന്വേഷിക്കുന്നത്. പ്രാഥമിക ഘട്ടം എന്നോണം ഇത് ആത്മഹത്യ എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ്. എന്തായാലും ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സഹപാഠികളിൽ നിന്നും വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇവർ മറ്റാരുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇവർ താമസിച്ചിരുന്ന റൂമിൽ ഇവരുടെ പഠനോപകരണങ്ങളടക്കം പരിശോധിച്ചു പോലീസ്. പക്ഷെ അതിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും വിശദമായിട്ടുള്ള ഒരു പരിശോധന ഇതിന് പിന്നിൽ നടത്തണമെന്നാണ് നമുക്ക് സിറ്റി പോലീസ് കമ്മീഷനിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. തുടർന്നുള്ള നടപടിക്രമങ്ങൾ നടക്കും. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥിനികളുടെ മൃതശരീരം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇവരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളിലും എത്തുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ശേഷമാകും പോലീസ് കാര്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുക. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം സായി ഹോസ്റ്റലിലാണ് 2 കായിക വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടവേള. മരിച്ച നിലയിൽ കണ്ടെത്തി. പുഷ്പലതയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയോടെയാണ് മൃതദേഹം കിടപ്പുമുറിയിൽ കാണപ്പെട്ടത്. മുഖത്ത് മാന്തിയ പാടുകളും കഴുത്തിലെ കരിമണിമാല കാണാനില്ലാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? എന്താണ് മരണകാരണം? ഈ കവർച്ചാശ്രമമോ മറ്റോ ആണോ? കാരണം മുഖത്ത് മാന്തിയ പാടുകൾ, കഴുത്തിൽ മാലയില്ല. എന്താണ് പോലീസ് സംശയിക്കുന്നത്? ടോമെ, ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഇത്തരത്തിൽ ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പടജ ആജില വീട്ടിൽ പുഷ്പലത ബി ഷെട്ടി എന്ന് പറയുന്ന 70 വയസ്സുള്ള വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പോലീസ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ മുറിയുടെ അകത്ത്, അതായത് കിടപ്പുമുറിയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. അതുകൂടാതെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖത്ത് മാന്തിയ ഒരു പാടുകളൊക്കെ കാണാനുണ്ട്. അതോടൊപ്പം ഇവരുടെ കഴുത്തിൽ ഒരു കരിമണി മാലയുണ്ടായിരുന്നു, അത് കാണാനില്ല. ഇതെല്ലാം പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇത്തരത്തിലൊരു പ്രാഥമികമായ ഒരു നിഗമനത്തിലെത്താൻ സാധിച്ചത്. ഇതൊരു കൊലപാതകമാണ്. ഏതായാലും വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരുടെ ബന്ധു, ഇന്ന് രാവിലെ ബംഗളൂരിൽ നിന്ന് വന്ന ബന്ധുവാണ് ഇത്തരത്തിൽ പരിശോധിച്ചപ്പോഴാണ്, ഈ ഫോൺ വിളിച്ച് എടുക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇവരെ മൃതദേഹം ഇത്തരത്തിൽ കണ്ടത്. 70 വയസ്സുണ്ട് ഇവർക്ക് പ്രായം. ഇവർ തനിച്ച് താമസിക്കുകയായിരുന്നു ഈ വീട്ടിൽ. ഏതായാലും ബദിയടുക്ക പോലീസ് സ്ഥലത്തെത്തി. പോലീസ് ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും എല്ലാം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാസർഗോഡ് ജില്ലയിൽ സമാനമായ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അത് പെരിയയിലും അതുപോലെ തന്നെ പനയാലുമാണ്. പെരിയയിൽ സുബൈദ എന്ന് പറയുന്ന ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ തനിച്ച് താമസിക്കുന്ന ഒരു വീട്ടമ്മയെ ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ട് വർഷങ്ങളായി. അതിൽ ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം പനയാലിലും ദേവകി എന്ന് പറയുന്ന 70 വയസ്സ് പ്രായമുള്ള വീട്ടമ്മയെ, തനിച്ച് താമസിക്കുന്ന ഒരു വീട്ടമ്മയെ തന്നെയായിരുന്നു. ഇവരെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അത് കൊലപാതകമാണെന്ന ഒരു നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയതെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും ഇതിലും ഇതുവരെ പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ പുഷ്പലതയുടെ ഈ ഒരു കേസിൽ വന്നാലും കാണാൻ സാധിക്കുന്നത്. പോലീസ് സംശയിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. ഏതായാലും ഈ വീടിന് സമീപത്തായി CCTV ക്യാമറകളൊന്നുമില്ല. റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള, വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ വ്യാപകമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും അപരിചിതരായ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ, അതല്ല ഏതെങ്കിലും സംശയകരമായ സാഹചര്യത്തിലുള്ള ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് ഒരു പരിശോധനയും പോലീസ് നടക്കുന്നുണ്ട്. അങ്ങനെ വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടത്തുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കൾ ബാംഗ്ലൂരിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇത് ഉൾപ്രദേശമാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പ്രദേശമാണ്. കുമ്പടാജെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആജില വീട് എന്നാണ് ഇവരുടെ വീട്ടുപേര്. ഇതാണ്. 70 വയസ്സ് പ്രായമുണ്ട് ഈ പുഷ്പലത ബി ഷെട്ടി എന്ന് പറയുന്നവർക്ക്. ഏതായാലും ഇവർ തനിച്ച് താമസിക്കുന്ന ഒരു വീട്ടമ്മയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. വീടിന്റെ കിടപ്പുമുറിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖത്ത് മാന്തിയ, നഖം കൊണ്ട് പോറിയ പാടുകളുണ്ട്. അതോടൊപ്പം ഇവരുടെ ഏത് സമയത്തായിരിക്കാം ഈ മരണം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത്. ഈ രാത്രി സമയങ്ങളിൽ മറ്റാരും, അത് തൊട്ട് സമീപത്ത്
താമസിക്കുന്ന വീട്ടുകാരും സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലേ? മാത്രമല്ല എവിടെ ഈ CCTV ദൃശ്യങ്ങൾ ഈ സമീപ വീടുകളിൽ നിന്നോ അല്ലെ സ്ഥലത്തു നിന്നോ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? കൊലപാതകമെന്ന് പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ, കാരണം ഇത് കവർച്ചയ്ക്കിടെയുള്ള കൊലപാതകമാണെങ്കിൽ ഈ ആരിലേക്കായിരിക്കാം അന്വേഷണം നീങ്ങുന്നത്? കാരണം സമീപത്തുള്ളവരോ അതല്ലെങ്കിൽ സംസ്ഥാന അതിർത്തിയാണ് ഈ പ്രദേശമൊക്കെ. സ്വാഭാവികമായിട്ടും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ക്രിമിനൽ സംഘങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പലയിടങ്ങളിലുമുണ്ട്. പല കേസുകളും, പല കവർച്ചാ കേസുകളൊക്കെ ഒടുവിൽ എത്തിപ്പെടുന്നതും കർണാടകയിലേക്കൊക്കെ ആയിരിക്കും. ആ രീതിയിലൊരു ഒരു സംശയം പോലീസിനുണ്ടോ? തീർച്ചയായും ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ കുമ്പടാജ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ ഇനി മലയാളികളായ ആളുകൾ നടത്തിയ സംഭവമായാലും കർണാടകത്തിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയതായാലും അവർ രക്ഷപ്പെടുന്നത് കർണാടക വഴി തന്നെയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന് ഈ സമീപത്തൊന്നും ഈ വീടിന് തൊട്ടടുത്തായിട്ടൊന്നും CCTV ക്യാമറകളില്ല. റോഡിൽ സ്ഥാപിച്ച CCTV ക്യാമറകളാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിൽ പ്രാഥമികമായി നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയാണ് എന്നത് തന്നെയാണ്. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മോഷണ ശ്രമത്തിനിടെ ഈ നടന്ന ഒരു കൊലപാതകം, അങ്ങനെയാണ് പോലീസ് ഇതിനെ സംശയിക്കുന്നത്. അത്തരം ലക്ഷണങ്ങളാണ് ഈ മുറിക്കകത്ത് നിന്നും വലിയ തോതിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. സാധന സാമഗ്രികളൊക്കെ വലിച്ച് വാരിയ ഇട്ട നിലയിലുണ്ട്. അതോടൊപ്പം ഇവരുടെ മുഖത്തൊക്കെ വലിയ തോതിൽ പാടുകൾ, നഖം കൊണ്ട് ഉപയോഗിച്ച് പോറിയ പാടുകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അങ്ങനെ ഒരു സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഷണ ശ്രമത്തിനിടെ പിടിവലി ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു കൊലപാതകം നടന്നതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത് ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസ് നൽകാൻ സാധിക്കൂ. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതൊരു കൊലപാതകം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവർക്ക് 70 വയസ്സുണ്ട്. ഇവർ തനിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ കൃത്യമായി നിരീക്ഷിച്ച് ഏതെങ്കിലും സംഘം അങ്ങനെ എത്തി ഇവരുടെ കഴുത്തിലുള്ള മാല കവർ ചെയ്യാനോ അതല്ല വീട്ടിൽ മറ്റ് വസ്തുക്കളുണ്ടെന്ന് കരുതി കവർ ചെയ്യാനോ എത്തിയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ സംശയിക്കുന്നത് തന്നെയാണ് മോഷണ ശ്രമത്തിനിടെ നടന്ന ഒരു കൊലപാതകം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഏതായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കർണാടകയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും CCTV ക്യാമറകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. ഇത് അയൽക്കാരും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇവരുടെ ഫോൺ വിളിച്ചപ്പോൾ ഇവർ എടുക്കാത്തതുകൊണ്ട് ബന്ധു ആണ് സംശയിച്ചത്. പിന്നീട് നോക്കുമ്പോഴാണ് കിടപ്പ് മുറിയിൽ ഇങ്ങനെ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ ബദിയടുക്ക പോലീസിനെ വിവരമറിയിക്കായിരുന്നു. പോലീസ് എത്തി വിശദമായ പരിശോധന നടന്നു വരികയാണ്. ഇപ്പോഴും പോലീസിന്റെ ഒരു സാന്നിധ്യമുണ്ട്, പരിശോധന നടക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. ഇനി വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകിട്ടോടുകൂടി കിട്ടും, അതല്ലെങ്കിൽ നാളത്തോടുകൂടി ഇതിന്റെ ചിത്രം തെളിയും. അത് കൊലപാതകമാണ് എന്ന ഒരു നിഗമനം തന്നെയാണ് പോലീസിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ആരാണ് കൊലപാതകം നടത്തിയത്? ഇനി ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളാണോ? ഇവരുടെ മാല കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രണമായ ഒരു കൊലപാതകമാണോ? അതെല്ലാമാണ് പോലീസ് അന്വേഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉത്തരം കിട്ടാത്ത 2 കൊലപാതകങ്ങൾ തനിച്ച് താമസിക്കുന്ന സമാനമായ രീതിയിൽ 70 വയസ്സ് പ്രായമുള്ള ദേവകിയുടെയും സുബേദയുടെയും കൊലപാതകത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ, പ്രതികൾ ആരെന്ന് കണ്ടെത്താനാകാതെ പോലീസ് വട്ടം ചുരുന്ന ഒരു സാഹചര്യമുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതാണ്. കൊലപാതകമാണ്. അതാണ് ബൈജു സൂചിപ്പിച്ചതുപോലെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ജനങ്ങളും വലിയ ആശങ്കയിലാണ്. പോലീസ് അതിന് പരിഹാരം കണ്ടെത്തണം. ഈ വീട്ടമ്മയുടെ ദുരൂഹ മരണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് പോലീസ് കണ്ടെത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി. അന്വേഷണത്തോട് രാഹുൽ സഹകരിക്കാത്ത കാര്യം SIT മജിസ്ട്രേറ്റിനെ അറിയിച്ചു. രാഹുലിന്റെ ലാപ്ടോപ്പ് വീണ്ടെടുക്കാൻ ശ്രമം തുടരുകയാണ്. നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക. രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ സുഹൃത്തുമായ ഫെനി നൈനാൻ രംഗത്തെത്തി. രാഹുലിനെ സ്വകാര്യമായി കാണണമെന്ന് 2 മാസം മുൻപും യുവതി ആവശ്യപ്പെട്ടുവെന്ന്
ഫെനി ഫേസ്ബുക്കിൽ അവകാശപ്പെട്ടു. 2024 ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ കാണണമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്നും ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ പോലീസിന് യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. നാളെ കോടതി രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. എന്തായിരിക്കും പ്രോസിക്യൂഷൻ നിലപാട്? അതോടൊപ്പം അറിയേണ്ടത്, ഈ രീതിയിൽ രാഹുൽ നിസ്സഹകരണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ളൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ടോം സൂചിപ്പിച്ച പോലെ തന്നെ രാഹുലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് കഴിഞ്ഞ സ്ഥിതിക്കാണ്. ഇന്ന് വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിയ ശേഷം രാഹുലിനെ പത്തനംതിട്ടയിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ അഞ്ജലിയുടെ മുന്നിൽ ഹാജരാക്കി. തുടർന്ന് തിരികെ മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ വലിയ പ്രതിഷേധം ഈ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഇന്നലെ സമാനമായ രീതിയിൽ ഈ ലൈംഗിക പീഡനം നടന്ന പത്തനംതിട്ട ഹോട്ടലിൽ എത്തിച്ചപ്പോഴും പുലർച്ചെ പോലും വളരെ രീതിയിലുള്ള വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ മതിയായ തെളിവുകൾ സ്വീകരിക്കുക എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും രാഹുൽ സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. 408 നമ്പർ റൂമിൽ ഇന്നലെ തിരുവല്ല എത്തിച്ചപ്പോഴും യുവതി ഇവിടെ വന്നതായി രാഹുൽ സമ്മതിച്ചു. പക്ഷേ മൊഴിയോ മറ്റു കാര്യങ്ങളോ മറ്റ് ലൈംഗിക പീഡനം നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയും നൽകിയില്ല. ഒരു ചോദ്യത്തിന് SITയുടെ ചോദ്യത്തിന് ഒരു മറുപടിയും രാഹുൽ നൽകിയില്ല. ചിരിച്ചുകൊണ്ട് മാത്രമാണ് ഇരുന്നത്. അത്തരത്തിൽ ഒരു നിസ്സഹകരണം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ലാപ്ടോപ്പ് കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഒരു മൊബൈൽ ഫോൺ കൂടി രാഹുലിന്റെ പോലീസ് കണ്ടെടുക്കുന്നു. അത്തരം അതിന്റെ ലോക്കുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വിശദമായ കാര്യങ്ങൾ രാഹുലിനോട് ചോദിക്കുമ്പോഴെല്ലാം രാഹുൽ ഒരു നിസ്സഹകരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡി കാലാവധി വീണ്ടും ആവശ്യപ്പെട്ടില്ല. എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. അത് 3 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയായ കാര്യത്തിലാണ് വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും തുടർന്ന് ഇപ്പോൾ മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുവരും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയാനുണ്ട്. അത് ലഭിക്കാത്തിടത്തോളം കാലം ഈ കേസിന്റെ കാര്യത്തിൽ എന്തായി തീരുമെന്ന് പറയാൻ തീർച്ചയായും ഇവിടെ രാഹുലിന്റെ ഫോണിന്റെ പാസ്വേഡ് രാഹുൽ ഇതുവരെയും കൈമാറിയിട്ടില്ല. ലാപ്ടോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് രാഹുലിന്റെ സുഹൃത്ത് യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നൈനാൻ ഇന്ന് ഫേസ്ബുക്കിലൂടെ രാഹുലും യുവതിയും തമ്മിലുള്ള ചാറ്റുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. അതെങ്ങനെയാണ് ഫെനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ലഭിച്ചതെന്ന് കണ്ടെത്തണം. മാത്രമല്ല, അത് രാഹുലാണ് അയച്ചു കൊടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു നിർണായക തെളിവാണ്. ഒരു വശം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ചാറ്റുകൾ ഫെനി നൈനാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം കൂടി കണ്ടെത്തേണ്ടത് പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. അങ്ങനെയെങ്കിൽ ഫെനി നൈനാനിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള, അയാളെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ? ടോം, തീർച്ചയായും. കാരണം രാഹുലിന്റെ സുഹൃത്താണ്, അനുയായിയാണ്. എല്ലാ തരത്തിലും രാഹുലിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ഫെനി. ആ ഫെനിയുമായി ബന്ധപ്പെട്ട് ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചുള്ള ഈ പോസ്റ്റ് ചെയ്തുള്ള ചാറ്റുകളുടെ വിവരങ്ങൾ കൃത്യമാണ്. 2024 ആണ് ഈ സംഭവം നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഈ പരാതിക്കാരിയെ ഫെനി നൈനാൻ അറിയാമെന്ന് പറയുന്നു. രാഹുലിന്റെ തിരക്ക് പല പ്രാവശ്യം അവിടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. പാലക്കാടിലേക്ക് ഈ ശല്യം സഹിക്കാതെ പാലക്കാടിലേക്ക് രാഹുലിനെ കാണാൻ വേണ്ടി പോയിക്കോളാൻ പറയുകയും ഫെനി നൈനാൻ പറഞ്ഞതായിട്ടാണ് ആ പോസ്റ്റിലൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും വ്യക്തമായി ഈ പരാതിക്കാരിയെ ഫെനി നൈനാൻ അറിയാം എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തെങ്കിലും ഇവർ തമ്മിലുള്ള ചാറ്റുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോൺ കണ്ടെടുത്തെങ്കിൽ ഫോണിന്റെ ലോക്ക് മാറ്റിയെങ്കിൽ മാത്രം അതിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ സൈബർ സെല്ലിന് കണ്ടെത്താൻ കഴിയുള്ളൂ. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ലാപ്ടോപ്പിൽ യുവതി പരാതിക്കാരി ഉന്നയിക്കുന്ന ദൃശ്യങ്ങൾ ഈ ലാപ്ടോപ്പിലാണുള്ളത്. ആ ലാപ്ടോപ്പിൽ പാസ്വേഡ് കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ അതിന്റെ വിവരങ്ങൾ ലഭിക്കാൻ കഴിയുള്ളൂ. അത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം കൃത്യമായി ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ, അതായത് ഈ രാഹുലിന്റെ ഒരു അനുകൂല ഈ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷെ കഴിഞ്ഞ 3 ദിവസമായി കസ്റ്റഡിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടം ഈ കാര്യങ്ങളിലൊന്നും സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ. എന്തായാലും നാളെ ജാമ്യ അപേക്ഷ പരിഗണിക്കും. നാളെയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കൃത്യമായി ഈ അറസ്റ്റ് നടപടികളൊക്കെ യാതൊരു മാനദണ്ഡം പാലിക്കാതാണ് നടന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്
കഴിഞ്ഞ ദിവസം ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്ത് ഉന്നയിച്ചത്. എന്തായാലും അങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ശശിനാരായണൻ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അന്വേഷണത്തോട് സഹകരിക്കാത്തത്, പല കാര്യങ്ങളും ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല, അതോടൊപ്പം തെളിവുകൾ കൈമാറുന്നില്ല, ഇത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുലിന് തിരിച്ചടിയാകില്ലേ? ടോം, തീർച്ചയായിട്ടും അത്തരത്തിൽ സാഹചര്യമുണ്ട്. കാരണം അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവർ ആദ്യം തന്നെ ഈ രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്ന ഒരു വ്യക്തിയെ എന്തിന് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തു എന്നൊരു ചോദ്യമാണ് അന്ന് ഉന്നയിച്ചത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തോട് രാഹുൽ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയത്. 3 ഫോണുകളാണ് രാഹുലിന്റെ കൈവശം പിടിച്ചെടുത്തത്. ലാപ്ടോപ്പിന്റെ പാസ്വേഡ്, അത്തരം കാര്യങ്ങളെല്ലാം അറിയണം. ഈ ഫോണിന്റെ പാസ്വേഡ് അറിയാം. വിദഗ്ധമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാൻ കഴിയുള്ളൂ. അതൊന്നും രാഹുൽ സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജാമ്യം അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഇക്കാര്യങ്ങൾക്ക് പ്രോസിക്യൂഷൻ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഈ യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള 164 മൊഴി കൂടി ഇനി എടുക്കേണ്ടതായിരുന്നു. അത് വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും അത്തരം സാഹചര്യങ്ങൾ. അതെല്ലാം വരുമ്പോൾ മാത്രമേ ഈ കേസുമായുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായി വിലയിരുത്താൻ കഴിയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ തെളിവുകൾ കണ്ടെടുക്കുന്ന കാര്യത്തിൽ SITക്ക് കാര്യമായ ഒരു അന്വേഷണം നടത്താനോ കാര്യമായ കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ നിന്നും ഒരു നിർണായക മൊഴിയോ വിവരങ്ങളോ ഇതുവരെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ SIT അറസ്റ്റ് രേഖപ്പെടുത്തിയ KP ശങ്കർദാസിന്റെ റിമാൻഡ് നടപടികൾ ഇന്ന്. ശങ്കർദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ SP ഫോർട്ട് ആശുപത്രിയിലെത്തി കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി റിമാൻഡ് നടപടി പൂർത്തിയാക്കും. ശങ്കർദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇന്ന് ഈ റിമാൻഡ് നടപടികൾ ഇന്ന് നടക്കും. അതോടൊപ്പം SITയുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് SP ഫോർട്ട് ആശുപത്രിയിലെത്തി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ തുടരുന്ന ശങ്കർദാസിന്റെ അറസ്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് തുടർ നടപടികളുടെ ഭാഗമായി കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി അല്പസമയത്തിനകം ഈ ആശുപത്രിയിലേക്ക് എത്താൻ പോകുന്നത്. ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോലീസിന്റെ മുഴുവൻ സമയ നിരീക്ഷണത്തിലായിരിക്കും ശങ്കർദാസ്. ആശുപത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. അതോടൊപ്പം ആശുപത്രി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലെ സ്പെഷ്യൽ സെല്ലിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണനയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അത്തരമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക. കാരണം നിലവിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുന്ന ആശുപത്രിയിൽ തന്നെ ഡോക്ടർമാരുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന് കഴിയാൻ പറ്റുമോ എന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ആരായുന്നത്. അതേസമയം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്പെഷ്യൽ സെല്ലിലേക്ക് മാറ്റണമെന്ന ആവശ്യം SIT ഒരുപക്ഷെ ഉന്നയിച്ചേക്കാം. അതിൽ വിദഗ്ധമായ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വിജിലൻസ് കോടതി ജഡ്ജി ഒരു തീരുമാനം പറയുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളായിരുന്ന വിജയകുമാറിന് പുറമെ ഇപ്പോൾ ശങ്കർദാസിന്റെ കൂടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് തരത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധം ഇവർക്ക് അറിവായിരുന്നത്, അതായത് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് മാറ്റിയത് സ്വർണം ഉരുക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനും വിജയകുമാറിനും എത്ര കണ്ട് അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്നാണ് SIT നൽകുന്ന സൂചന. അതോടൊപ്പം ഈ കേസിൽ ഇനിയുള്ള മറ്റ് പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണെന്ന് കൂടി അറിയണം ഡാൻ. ഇവിടെ സുപ്രീം കോടതി പോലും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു, ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു KP ശങ്കർദാസിൻ്റെ അറസ്റ്റ് നീളുന്നതുമായി ബന്ധപ്പെട്ട്. അതേ തുടർന്നാണ് SIT കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതോടൊപ്പം ഈ തന്ത്രിയുടെ രണ്ടാമത്തെ കേസിലെ നടപടികളുമായി അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? മറ്റ് ഉന്നതരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? മുൻ
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വൈകാതെ തന്നെ വിളിച്ചു വരുത്തിയേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടക്കുക. മറുപടി തൃപ്തികരമല്ല എങ്കിൽ ഒരു കടുത്ത നടപടികളിലേക്ക് SIT കടന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം അടുത്ത ഇടക്കാല റിപ്പോർട്ട് അടുത്ത ആഴ്ചയാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. ആ റിപ്പോർട്ടിൽ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാനിടയായ സാഹചര്യവും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്ന നടപടികളും SIT വിശദീകരിക്കും. അതോടൊപ്പം PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലം കൂടി അന്വേഷണ സംഘം വിശദീകരിക്കും. ഒരുപക്ഷെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉൾപ്പെടെ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നലെ ഉണ്ടായ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്നാണ് നടപടി. ടോൾ ബൂത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കണ്ടാലറിയാവുന്ന 500-അധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു, ഈ കുമ്പള ടോൾ പ്ലാസ പ്രതിഷേധം അത് വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. അതിനിടെയാണ് പോലീസിൻ്റെ നടപടി ഉണ്ടായത്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ടോമെ, ഈ കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രതിഷേധം അക്രമാസക്തമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ 6 CCTV ക്യാമറ, ഇവിടെ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകൾ, അതോടൊപ്പം മറ്റു ഉപകരണങ്ങൾ, ഇവരുടെ ക്യാബിൻ, ചില്ല്, ഇങ്ങനെ വലിയ തോതിൽ സംഘം അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ 500ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് സ്വമേധയാ കേസെടുത്താണ്. അതുകൂടാതെ ടോൾ പ്ലാസ അധികൃതരുടെ പരാതിയിൽ 25ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പുതുതായി ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം, ഈ AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്നു വന്നിരുന്ന സത്യാഗ്രഹ സമരം അത് പോലീസ് ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. രാവിലെ തന്നെ AKM അഷ്റഫിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരുന്നു. ഈ സത്യാഗ്രഹ സമരത്തിൽ നിന്നും പിന്മാറണം, അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് വലിയ തോതിൽ പോലീസ് സന്നാഹത്തോടുകൂടി DYSP സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിയാണ് AKM അഷ്റഫിനെ അറസ്റ്റ് ചെയ്ത് അതോടൊപ്പം സമരസമിതി പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നിലവിൽ അവിടെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി, സമരക്കാർ തന്നെ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രതിഷേധം ഇനിയും തുടരും എന്ന് തന്നെയാണ് AKM അഷ്റഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം പ്രധാനമായും ഇത് കാസർഗോഡ്, മഞ്ചേശ്വരം 2 മണ്ഡലങ്ങളിലുള്ള ആളുകളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സംഭവമാണ്. കാരണം സർവീസ് റോഡില്ലാത്ത ഒരു സ്ഥലത്ത് പുഴയുടെ വശത്തായി ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നു. താൽക്കാലിക ടോൾ ഗേറ്റ് ആണ്, ഓർക്കണം. 20 കിലോമീറ്റർ മാറിയാൽ കർണാടകയിലെ തലപ്പാടിയിലെ ടോൾ ഗേറ്റ് ആണ്. നിയമപ്രകാരം 60 കിലോമീറ്ററിനകത്ത് ടോൾ ഗേറ്റ് സ്ഥാപിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കേസ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതിനിടെയാണ് അതിന് വിധി 18-ാം തീയതി ഇതിന്റെ ഒരു വിധി വരാനിരിക്കുകയാണ്. അതിന് മുൻപ് തന്നെ തിങ്കളാഴ്ചയോടുകൂടി ടോൾ പിരിവാരംഭിച്ചത് 85 രൂപയാണ് കാറുകൾക്ക് ഒരു മറുഭാഗത്തേക്ക് എത്താൻ ഈടാക്കുന്നത്. അങ്ങനെ വലിയ തുക ഈടാക്കി. ബസ്സിനാണെങ്കിൽ 1750 രൂപ ഒരു ദിവസം ഈടാക്കുന്നു. നമുക്കറിയാം, കർണാടകയിലേക്ക് നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് KSRTCയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയരുമ്പോഴും BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു സമരത്തിൽ പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നലെ DYFIയുടെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു ഐക്യദാർഢ്യ പ്രകടനം നടന്നത്. ആ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ഈ വലിയ സംഘർഷമുണ്ടായത്. പോലീസിനെ നിയന്ത്രിക്കുന്നതിന് അപ്പുറം ആളുകൾ എത്തിയതോടുകൂടി അവിടെ വലിയ തോതിൽ സംഘർഷമുണ്ടായി. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കണം. പക്ഷെ ഇവിടെ ഈ പ്രതിഷേധക്കാർ ടോൾ ബൂത്ത് ആക്രമിക്കുന്നു, അവിടുത്തെ ചില്ലുകൾ അടിച്ചു തകർക്കുന്നു, ക്യാമറകൾ തകർക്കുന്നു, ജീവനക്കാരെ ബലപ്രയോഗത്തിലൂടെ ഇറക്കി വിടുന്നു. അതല്ലേ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ കാരണമായത്? ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു, അതോ ഈ പ്രതിഷേധക്കാരുടെ സ്വാഭാവികമായൊരു വികാര പ്രകടനമായി അതിനങ്ങനെ ചെറുതായി കാണാൻ കഴിയുമോ?
ടോമെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആ കാര്യത്തിൽ പോലീസ് ഈ കൃത്യമായി AKM അഷ്റഫിനെ ധരിപ്പിക്കുന്നുണ്ട്. അറസ്റ്റിന് മുമ്പ് ഡിവൈഎസ്പി സുനിൽകുമാർ AKM അഷ്റഫോട് പറഞ്ഞത് അതാണ്. ഇന്നലെ രാത്രി ഉണ്ടായതിനേക്കാളും ഒരുപക്ഷെ വലിയ തോതിലുള്ള സംഘർഷം ഇന്ന് രാത്രി ഐക്യദാർഢ്യവുമായി എത്തുന്നവർക്ക് ഉണ്ടായേക്കാം. അതിൽ വലിയ മുതലെടുപ്പ് ഉണ്ടായേക്കാം. അതിൽ ഇന്നലെ തന്നെ പോലീസ് വളരെ സംയമനം പാലിച്ചതുകൊണ്ട് ഒരു ലാത്തി ചാർജൊക്കെ നടന്നാൽ വലിയ തോതിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അത് പോലീസ് തന്നെ AKM അഷ്റഫിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തിയാണ് ഈ ഏതെങ്കിലും തരത്തിൽ ബലം പ്രയോഗിക്കാതെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് സാധിച്ചത്. ഇവർക്കെതിരെ, അതായത് AKM അഷ്റഫ് ഉൾപ്പെടെ സമരസമിതിക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടില്ല. ഇതിൽ പ്രതിഷേധവുമായി, അതായത് ഐക്യദാർഢ്യവുമായി എത്തിയ ആളുകളാണ്. അതിൽ ഒരുപക്ഷെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ നമുക്കറിയാം അത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ സംഭവങ്ങൾ പോലും അത് വർഗീയമായി പോലും മാറുന്ന അല്ലെങ്കിൽ മറ്റു തരത്തിൽ മാറുന്ന ഒരു സാഹചര്യമൊക്കെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അത് കൃത്യമായി ധരിപ്പിച്ച് ഇന്നുകൂടി ഈ സമരം തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ നിയന്ത്രിക്കാൻ കഴിയുന്നതിലധികം അതിൽ മുതലെടുപ്പ് നടത്താൻ ആളുകൾ എത്തിയേക്കാം. ഇതിലും വലിയ സംഘർഷമുണ്ടായേക്കാം. അതുകൊണ്ട് ഈ സത്യാഗ്രഹ സമരത്തിൽ നിന്നും പിന്മാറണമെന്ന ഒരു പോലീസിന്റെ അഭ്യർത്ഥന അത് മാനിച്ച് തന്നെയാണ് അറസ്റ്റിന് ഇവർ തയ്യാറായതും അറസ്റ്റ് വഴങ്ങിയതും ഏതെങ്കിലും തരത്തിൽ ബലം പ്രയോഗിക്കാതെ തന്നെ പോലീസിനെ ഇവർ അറസ്റ്റ് ചെയ്ത് നീക്കാനും സാധിച്ചത്. എന്തായാലും ഈ ടോൾ ഗേറ്റിനെതിരെ, അതായത് പിരിവിനെതിരെയുള്ള സമരം തുടരും. അത് അക്രമാസക്തമായത് ഒരുപക്ഷെ ഈ സമരത്തിന്റെ ഗതി തന്നെ മാറ്റിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം സത്യാഗ്രഹം പോലും ഇവർക്ക് ഇപ്പോൾ നിർത്തേണ്ടി വന്നത്. പക്ഷേ ഇനി ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ചൊരു കൂടിയാലോചന ഇവർ നടത്തുന്നുണ്ട്, ആക്ഷൻ കമ്മിറ്റി നടത്തുന്നുണ്ട്. ഏതായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തെരഞ്ഞെടുപ്പ് വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2 മണ്ഡലങ്ങൾ BJP രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അത് BJP വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. BJPയുടെ ഭാഗത്ത് നിന്നും ഇതുവരെ ഒരു പ്രതികരണം ഈ ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പ്രധാനമായും ദേശീയ പാതയിലെ വികസനം ചൂണ്ടിക്കാട്ടിയാണ് BJP തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. 2 മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്താണ്. അതിനിടയിലാണ് ഈ ഒരു സമരം എന്നതും ഓർക്കണം. എന്തായാലും സമരം അക്രമാസക്തമായി നിലപാട് എന്താണ്? കാരണം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കം സ്വാഭാവികമായും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDFന്റെയും LDFന്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ 60 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ടോൾ പ്ലാസകൾ വേണ്ടതെന്ന നിബന്ധനകൾക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ മാറ്റം വരുത്താമെന്ന നിലപാടൊക്കെ ദേശീയപാത അതോറിറ്റി സ്വീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കിയാൽ എന്തായിരിക്കും നിലപാട്? ഇവിടെ ഈ സമരം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് സമരസമിതിയുടെ ഒരു ആത്മവിശ്വാസം? അവർ പ്രതീക്ഷ വയ്ക്കുന്നത് എന്താണ്? ടോമെ, ഇന്നലെ കലക്ടറുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റിയുമായി AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച വിജയിച്ചിരുന്നില്ല. ഈ ദേശീയപാത അതോറിറ്റി പ്രധാനമായും പറയുന്നത് ചാലിങ്കലാണ്. അതായത് കാസർഗോഡ് ജില്ലയിലെ ഒരു ടോൾ വരുന്നത് ചാലിങ്കലാണ്. ചാലിങ്കൽ എന്ന് പറയുന്നത് ഉദുമ മണ്ഡലത്തിൽപ്പെടുന്നതാണ്. അവിടെ നിന്നും 50 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ താൽക്കാലിക ടോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതൊരു താൽക്കാലിക ടോൾ മാത്രമാണെന്നാണ് ഇവർ പറയുന്നത്. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല, 2ാം റീച്ചിൽ പൂർത്തിയായിട്ടില്ല, ഉദ്ഘാടനം നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമയത്താണ് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു ടോൾ പിരിവ് ദേശീയപാത അതോറിറ്റി രംഗത്ത് വരുന്നത്. അതാണ് ഈ പ്രദേശവാസികളെ വലിയ തോതിൽ പ്രകോപനത്തിന് ഇടയാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഈ ടോൾ ബൂത്ത് ഇപ്പോൾ അടിച്ചു തകർത്തിട്ടുണ്ട്. അവിടെയുള്ള CCTV ക്യാമറകൾ തകർത്തിട്ടുണ്ട്, ബാരിക്കേഡുകൾ തകർത്തിട്ടുണ്ട്, എല്ലാം തകർത്തിട്ടുണ്ട്. പക്ഷേ ഇതുവഴി നമ്മുടെ വാഹനം തന്നെ കടന്നുപോയപ്പോൾ നമുക്ക് 85 രൂപ ഇപ്പോഴും ഇതിൽ ഈടാക്കുന്ന സാഹചര്യമുണ്ട്. ജീവനക്കാരും തന്നെ അവിടെ ഇല്ല. പക്ഷേ ഇപ്പോഴും ടോൾ ബൂത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ടോൾ ബൂത്തിൽ പണം ഈടാക്കുന്നുണ്ട്. അതിന്റെ സെൻസർ ഉപയോഗിച്ച് അത്തരത്തിൽ പണം ഈടാക്കുന്ന ഒരു സംവിധാനമുള്ളത്. ജീവനക്കാരെല്ലാം ഇന്നലെ തന്നെ ഈ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് എല്ലാവരും അവിടെ നിന്നും ഇന്നലെ പിൻവാങ്ങിയിരുന്നു. പോലീസിന്റെ വലിയ സന്നാഹം അവിടെയുണ്ട്. ടോൾ ബൂത്തിൽ പിരിവ് തുടരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി പ്രതിഷേധം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് കൂടിയാലോചന നടക്കുന്നുണ്ട്. AKM അഷ്റഫ് MLA, അതോടൊപ്പം NA നെല്ലിക്കുന്ന് MLA ഇവരുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. അതോടൊപ്പം ഈ ജനകീയ CPMന്റെ വലിയ തോതിലുള്ള പിന്തുണയും ഉണ്ടായിരുന്നു. CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ നൽകിയത്. കാസർഗോഡ് കുമ്പള ടോൾ പ്ലാസയ്ക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. AKM അഷ്റഫ് MLA ഉൾപ്പെടെ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് സമരസമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.